പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിപ്പിച്ച സംഭവത്തിൽ ഡോക്ടർ ശിവപ്രസാദിന് കാരണം കാണിക്കൽ നോട്ടീസ്. ശിവപ്രസാദിന്റെ ആരോപണങ്ങൾ ആശുപത്രി സൂപ്രണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതേസമയം ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നും ജീവനക്കാരുടെ കുറവില്ലെന്നുമാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല, ചികിത്സിച്ചാൽ ജീവഹാനി വരെയും വന്നേക്കാമെന്ന് ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയാണ് ഇത്തരമൊരു നോട്ടീസ് പതിപ്പിക്കുന്നത്. അതായത് ആ മെഡിക്കൽ കോളേജിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായും ആ നോട്ടീസിൽ പറയാതെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്. സംഭവത്തിന് പിന്നാലെ ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ ഡോക്ടർ ശിവപ്രസാദിൻ്റെ വിശദീകരണം? അദ്ദേഹത്തിനെതിരെ ഈ കാരണം കാണിക്കൽ നോട്ടീസിനപ്പുറം കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ടോം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഗൗരവകരമായ തരമായ ഒരു ആരോപണമാണ് ഈ ഡോക്ടർ ശിവപ്രസാദ്. സർജറി വിഭാഗത്തിന്റെ മേധാവിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഈ അദ്ദേഹത്തിന്റെ ഒപിക്ക് മുൻപിൽ ഇത്തരം ഒരു പോസ്റ്റർ പതിപ്പിച്ചത്. 8ഓളം മാർഗനിർദ്ദേശങ്ങൾ വെച്ച പോസ്റ്റാണ് അത്. ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങളില്ല, പരിമിതമാണ്. ആശുപത്രിയിൽ വരുന്ന രോഗികൾ തങ്ങളുടെ സമ്മതപത്രം എഴുതി നൽകുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ നഴ്സുമാരില്ല, ഡോക്ടർമാരുടെ കുറവുണ്ട്, ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സമ്മതമാണെങ്കിൽ മാത്രം രോഗികൾ ചികിത്സയ്ക്ക് എത്തുക. ചികിത്സയ്ക്ക് ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഗൗരവതരമായുള്ള ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എഴുതി തന്റെ ഒപിക്ക് മുന്നിലാണ് അദ്ദേഹം പതിപ്പിച്ചത്. അത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അത് നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരമൊരു ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ശിവപ്രസാദിന് ആശുപത്രി സൂപ്രണ്ട് ഷാജി മെമ്മോ നൽകിയിരിക്കുന്നത്. അതിൽ വിശദമായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണമായി പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ 2500ഓളം ഓപ്പറേഷനുകൾ, ഈ സർജറികൾ ഇപ്പോൾ ഈ ആശുപത്രി നടക്കുന്നുണ്ട്. ഈ ഡോക്ടർ ശിവപ്രസാദിന്റെ വിഭാഗത്തിൽ മാത്രം 16ഓളം ജീവനക്കാരുണ്ട്. അതിൽ 6-7 ഡോക്ടർമാർ കൂടിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആശുപത്രിയുടെ മോശമായ അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടി ശിവപ്രസാദ് മനഃപൂർവ്വം ആരോഗ്യവകുപ്പിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി ചെയ്തൊരു കാര്യമായിട്ടാണ് ഈ ആശുപത്രി ആരോഗ്യവകുപ്പ് അധികൃതർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെമ്മോ നൽകിയിട്ടുള്ളത്. ശിവപ്രസാദ് നേരത്തെ വകുപ്പ് തല നടപടി നേരിട്ടതാണ്. ഡോക്ടർ ശിവപ്രസാദിന്റെ ഭാര്യയുടെ പേരിൽ ആശുപത്രി ഉണ്ട്. അവിടെ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമായി കണ്ടെത്തുകയും വകുപ്പ് തല നടപടി നേരിട്ട ഡോക്ടർ കൂടിയാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പക്ഷേ അദ്ദേഹം ഇത്തരം ഒരു കാര്യം എഴുതി വെച്ചതെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ആശുപത്രി നിലവിലുള്ള പരിമിതമായ സൗകര്യങ്ങൾ ശരിയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജ് തുടർച്ചയായുള്ള കാലങ്ങളായി വന്നതിന് ശേഷമായിരിക്കും പൂർണ്ണ സജ്ജമായി മാറുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഡോക്ടർ ആശുപത്രിയിൽ വന്നാൽ, രോഗികൾ വന്നാൽ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ പരിമിതികൾ ഇപ്പോഴുമുണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. മറ്റു കാര്യങ്ങൾ ഈ പറയുന്ന ഡോക്ടർ ഉന്നയിക്കുന്ന പോലെ തരത്തിലുള്ള വിവാദമായ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള ഒന്നും തന്നെ കോന്നി മെഡിക്കൽ കോളേജിലില്ല. ഇത് ഡോക്ടർ മനഃപൂർവ്വം ആശുപത്രിയും ആരോഗ്യവകുപ്പിനെയും കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ആശുപത്രി സൂപ്രണ്ട് ഷാജി ഇപ്പോൾ മെമ്മോ നൽകിയിട്ടുള്ളത്. ഗുരുതരമായ ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർ ശിവപ്രസാദിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നാണ് അറിയുന്നത്. അത് മാത്രമല്ല, സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ ശിവപ്രസാദ്. അതുകൊണ്ട് തന്നെ ആശുപത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആശുപത്രിയിലെ ഫാർമസിയുടെ പ്രവർത്തനം ഉച്ചവരെയുള്ളതാണ് ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസിയുണ്ട്. ഈ സർജറി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ പെയിന്റ് ഇളകി വീഴുന്നതായിട്ടും അത് അണുബാധ കാരണമാണെന്നും ഈ നോട്ടീസിൽ പറഞ്ഞ സമ്മതപത്രത്തിൽ പറഞ്ഞിരുന്നു. അത് അടിസ്ഥാനരഹിതമാണ്. അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. സർവീസ് ചട്ടം അനുസരിച്ച് ഇത്തരം വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വകുപ്പ് മേധാവി അറിയിച്ച് അതിനുള്ള നടപടി. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അവിടെ സിസ്റ്റം തകരാറിലാണ്. അവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം നമുക്കറിയാം. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കുമല്ലോ ഡോക്ടർ ശിവപ്രസാദിന് സംഭവിക്കാൻ പോകുന്നത്. കാരണം പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്ന ചികിത്സാ പിഴവുകൾ, നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയ സർജിക്കൽ കത്രിക വരെയും മറന്നുവെച്ച സംഭവങ്ങൾ, അങ്ങനെ തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർമാരുടെ മാത്രമല്ല, അത് ആരോഗ്യവകുപ്പിൻ്റെ തന്നെ വീഴ്ചയാണ്.
പല ആശുപത്രികളിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാരെ പിന്നീട് ഇല്ലായ്മ ചെയ്യുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന പ്രവണതയാണ് ഉണ്ടാകാൻ പോകുന്നത്, സാധാരണ ഉണ്ടാകാറുള്ളത്. അതിനപ്പുറം യാതൊരു തിരുത്തലിനും നമ്മുടെ ഭരണകൂടം, ആരോഗ്യവകുപ്പ് തയ്യാറാകാറില്ല. ഇവിടെയും അത് തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. ടോം, തീർച്ചയായും എന്തായാലും ശിവപ്രസാദിനെതിരെ ഗുരുതരമായ നടപടി ഉണ്ടാകും. അത് ഈ മെമ്മറി കൊണ്ട് ഒതുങ്ങുന്നതല്ല. എന്തായാലും അതിന് മുകളിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. ശിവപ്രസാദിന്റെ വിശദീകരണം തേടിയതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഒപിക്ക് മുന്നിൽ, ശിവപ്രസാദിന്റെ ഒപിക്ക് മുന്നിലാണ് ഇത്തരത്തിൽ പോസ്റ്റേഴ്സ് രോഗികളുടെ സമ്മതപത്രം എന്ന നിലയ്ക്ക് പതിച്ചിട്ടുള്ളത്. അത് ഗുരുതരമായ സർവീസ് ചട്ട ലംഘനമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത്. ഇത്തരം ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് വകുപ്പ് മേധാവിയെ, സൂപ്രണ്ടിനെ അറിയിക്കുക. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് അവർ അറിയിക്കും, മുകളിലോട്ട് അറിയിക്കും. അത്തരമാണ് സംവിധാനമുള്ളത്. പക്ഷെ അത് പാലിക്കാതെ തുറന്ന് രോഗികളെ അവരെ ഭീതിപ്പെടുത്തുന്ന തരത്തിലേക്ക്, ആശുപത്രിയെ മോശമാക്കുന്ന തരത്തിലേക്ക് ഇത്തരമൊരു പോസ്റ്റർ സ്വന്തമായി എഴുതി, രോഗികളുടെ സമ്മതപത്രം പോലെ തന്നെ എഴുതി തയ്യാറാക്കിയ രീതിയിലാണ് ഇത് പതിച്ചുള്ളത്. പക്ഷേ ശിവപ്രസാദ് പറയുന്ന മറ്റൊരു കാര്യം, ആരോഗ്യവകുപ്പിൽ വരുന്ന വീഴ്ചകൾക്കെല്ലാം അതിന് ഉത്തരവാദിത്വ ഡോക്ടർമാരാണ്. അതുകൊണ്ടാണ് താൻ അത്തരത്തിൽ ചെയ്തത്. കാരണം ഇവിടെ പരിമിതമായ സൗകര്യങ്ങളാണ് കോന്നി മെഡിക്കൽ കോളേജിലുള്ളത്. അവിടെ എന്തെങ്കിലും രോഗികൾക്ക് സംഭവിച്ചാൽ അത് ഡോക്ടർമാരുടെ വീഴ്ചയായി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് താൻ പോസ്റ്റർ പതിച്ചതെന്നുള്ളതാണ് ഡോക്ടർ ശിവപ്രസാദിൽ നിന്നും അറിയാൻ കഴിഞ്ഞ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞുള്ളത്. അത് മന്ത്രി തന്നെ പറയുകയും ചെയ്തു. കാരണം ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ, ചികിത്സാ പിഴവുകൾ ഉണ്ടായാൽ അത് വകുപ്പിലെ വകുപ്പ് ആ വിഭാഗത്തിലെ ഡോക്ടർക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തമെന്ന് മന്ത്രിയും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത് എന്നാണ് ശിവപ്രസാദ് വ്യക്തമാക്കി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നടപടി വിശദീകരണം തേടിയ ശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ സ്വയം വിരമിക്കൽ വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ ശിവപ്രസാദിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അതിന് മുന്നോടിയായിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.